ജോൺ മുണ്ടക്കയം, ഇവിടെ മാധ്യമപ്രവർത്തനം ബ്രേക്കിംഗ് ന്യൂസ് ആവുന്ന മത്സരമാവുന്ന കാലത്ത് നമ്മൾ ഈ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾക്ക് നേരെ വിമർശനം ഉണ്ടാവുന്നുണ്ട്, തിരുത്തുണ്ടാവുന്നുണ്ട് എന്ന് കരുതി ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇവർ ഒരുപോലെയാണെന്ന് സമീകരിക്കാൻ പറ്റുമോ? കല്യാണ വീടാവട്ടെ, ചാക്കാല വീടാവട്ടെ, സിനിമാ പ്രമോഷൻ ആവട്ടെ, ഒറ്റ ആറ്റിറ്റ്യൂഡാണ്. എന്താണ്? ദൃശ്യങ്ങൾ പകർത്തുക, സോഷ്യൽ മീഡിയയിൽ ഇടുക, മോണിറ്റൈസേഷനിൽ കാശ് ഉണ്ടാക്കുക. കാശെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനാണ്. ഇനിയും നിയന്ത്രിക്കാതെ പറ്റുമോ ശ്രീ ജോൺ മുണ്ടക്കയം? അതെ, ഒരിക്കലും പറ്റില്ല. ഇന്നിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ബാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ മൊബൈൽ എടുക്കുന്നവനെല്ലാം വീഡിയോഗ്രാഫറാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഈ ഞാനിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ VIPസിൻ്റെ അല്ലെങ്കിൽ പ്രമുഖരായ സിനിമാ താരങ്ങളുടെ അല്ലാത്തവരുടെയുള്ള എത്രയോ പേരുടെ, ഇപ്പം മല്ലിക ചേച്ചി പറഞ്ഞു സുകുമാരൻ ചേട്ടൻ്റെ ഫ്യൂണറൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രേം നസീറിൻ്റെ ഫ്യൂണറൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നുമുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ. അന്നും ആളുകൾ ഇങ്ങനെ ഒന്നിച്ചു കൂടുകയും ഈ വരുന്ന താരങ്ങളെ കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുകയൊക്കെ ചെയ്തെങ്കിലും ഈ മൊബൈൽ കോമൺ ആയി കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സ് വർദ്ധിച്ചതിന് ശേഷമാണ് ഇത് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും അധികം ആദരവ് കൊടുക്കേണ്ട ആളുകൾക്ക് അനാദരവ് കൊടുക്കുന്നൊരവസ്ഥയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സലീംകുമാറിൻ്റെ വീട്ടിൽ നടന്ന സംഗതി ഇനി നാളെ അടുത്ത മറ്റ് പലയിടത്തും നടക്കാൻ പോകുന്ന കാര്യമാണ്. അതിനെന്തെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഈ യൂട്യൂബ് ചാനൽ യൂട്യൂബേഴ്സ് അവർ സ്വയമായിട്ട് ഈ മൊബൈലുമായിട്ട് അവിടെ വന്നുകൂടി അവിടെ വരുന്ന താരങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് പോവുക, അതിന് വേണ്ടിയിട്ട് അവിടെ തടിച്ചു കൂടി നിൽക്കുക. ഇതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ VIPസ്, പണ്ട് VIPസ് വരുമ്പോൾ അവരുടെ കൂടെ റീത്തെടുക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ റീലെടുക്കാൻ വേണ്ടിയാണ് ആളെ കൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൂടെ വരുന്ന ആൾ ഈ റീലെടുക്കാൻ വേണ്ടി ഒരു സംഘം കൂടെ, ഇതിൻ്റെ എല്ലാം തിക്കും തിരക്കും ഉണ്ട്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നേ പറ്റുള്ളൂ. പക്ഷേ നിയന്ത്രണം എങ്ങനെ കൊണ്ടുവരും? കാരണം ഒരു വീട്ടിൽ ഒരു പ്രത്യേകിച്ച് ആളുകളെല്ലാം സ്നേഹിക്കുന്ന വളരെയേറെ ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെ പ്രമുഖരായ പ്രശസ്തരായ ഒരു സിനിമാ താരമോ അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിയോ പൊതുദർശനത്തിന് വെച്ചിരിക്കുമ്പോൾ അവിടെ പാസ്വേഡ് നിയന്ത്രിക്കാൻ പറ്റുമോ? അവിടെ പോലീസിന് മൊബൈൽ പരിശോധിച്ചാൽ മൊബൈലുള്ളവരൊന്നും കയറില്ലെന്ന് പറയാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് ഒന്ന് ആത്മനിയന്ത്രണം വരുത്തണം. ആത്മനിയന്ത്രണം വരുത്തുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക. ഇപ്പം VJT ഹാളിൽ ഇപ്പോൾ അടുത്ത കാലത്തും പ്രേം നസീറിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച് അവിടെയാണ് ഏറ്റവും ഒടുവിൽ ശ്രീവിദ്യയുടെ, ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു നടിയെന്ന് ശ്രീവിദ്യയുടെ. പക്ഷേ അവിടെയൊന്നും ഈ പ്രശ്നം ഉണ്ടായില്ല. കാരണം അവിടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരത്തിൻ്റെ കൾച്ചറാണോ അതോ ഇവിടെ പ്രമുഖരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ഒരു വലിയൊരു നിയന്ത്രണം ഇത്തരം സ്ഥലങ്ങളിലുണ്ട്. ആരും ഇടപെടാതെ തന്നെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ വീടുകളിലാകുമ്പോഴുള്ള പ്രശ്നം ആർക്കും എന്തുമാകാമെന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ ലോക്കൽ പോലീസ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകൾ ഒരു വോളണ്ടിയേഴ്സായിട്ട് അവിടെ ഉണ്ടായിട്ട് നിന്നുകൊണ്ട് ഇതിലൊരു നിയന്ത്രണം ഉണ്ടാക്കണം. മെയിൻ സ്ട്രീം ചാനൽസ്, കാരണം മെയിൻ സ്ട്രീം ചാനൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു നിയന്ത്രണമുണ്ട്, അവർക്കൊരു ചെക്കിംഗ് ഉണ്ട്. അവിടെയുള്ള എല്ലാ വീഡിയോയും അവർ അതുപോലെ ഒപ്പിയെടുത്ത് കൊടുക്കില്ല. കാരണം അതൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് പോകുന്ന ആളുണ്ട്. ഇതങ്ങനെയല്ല. ലൈവായിട്ട് കരയുന്നത്, ചിലപ്പോൾ ആ മൃതദേഹത്തിനടുത്ത് നിന്ന് ആരെങ്കിലും ചിരിക്കുന്നുണ്ടാവും, അതെടുത്ത് കാണിക്കുക. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, അവിടെ കൂടുന്നത് ഒരു 10,000, 20,000, 50,000 പേരാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇത് കാണുന്നത്. അവരൊക്കെ വളരെ വേദനയോടും ആദരവോടും കൂടിയാണ് ഇത് കാണുന്നത്. അല്ലാതെ അവിടെ ഇരിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ മനോഭാവം അല്ല അവർക്ക്. അപ്പോൾ അവർക്ക് പോലും കാണാൻ കഴിയാത്തവരും അവരുടെ പോലും കാഴ്ച മറച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രഹസനം ആയിട്ട് ഇതിനെ മാറ്റുന്നത് വളരെ സങ്കടകരമാണ്. അതിന് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.